പകരം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള 3 അവേഴ്സിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും UGC നെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ടോപ്പ് 6% വരുന്ന ആൾക്കാർ മാത്രമേ, ലേണേഴ്സ് മാത്രമേ എന്ത് കട്ട് ഓഫ് പാസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാറുള്ളൂ, UGC നെറ്റിന്റെ എക്സാം ക്രാക്ക് ചെയ്യാറുള്ളൂ. നെറ്റിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 6% മതിയെങ്കിൽ ദി തിങ് ഈസ് ദാറ്റ് only 1% of those applicants will pass the JRF exam. Hello everyone, welcome to Competitive Cracker. Myself Tasmiya Rashid. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് UGC NTA നെറ്റ്. നിങ്ങൾ NTA നെറ്റ് അപ്പിയർ ചെയ്യാൻ നിൽക്കുന്നവരാകാം, UGC ആസ്പിറൻസ് ആവാം, അറ്റ് ദ സെയിം ടൈം നെറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല, അപ്പിയർ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല എന്ന് കരുതി ഇരിക്കുന്നവരും ആകാം, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലുള്ളവരും ആകാം. എങ്ങനെ പ്രിപ്പറേഷൻ നടത്തണം, ആർക്കൊക്കെ UGC നെറ്റ് എക്സാം എഴുതാം, എങ്ങനെയായിരിക്കും അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, എപ്പോഴായിരിക്കും എക്സാം വരുന്നത്, ഏതൊക്കെ രീതിയിലായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് UGC NTA നെറ്റ്? വളരെ ക്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന, ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് NTA നെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പലരും പിൻവാങ്ങി, അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുമോ, ഞാൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള ഡൗട്ട്സും കാരണം പിൻവാങ്ങി നിൽക്കുന്ന ഒരു എക്സാം കൂടിയാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആർക്കൊക്കെ നെറ്റ് എക്സാം എഴുതാൻ പറ്റും, എന്തൊക്കെയാണ് നെറ്റ് എക്സാം ക്ലിയർ ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, എന്താണ് അതിന്റെ ഏജ് റിലാക്ഷൻ, അറ്റ് ദി സെയിം ടൈം എങ്ങനെയായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻസ്, എത്ര ടൈമിലായിരിക്കും എക്സാം വരുന്നത്, ഏതൊക്കെ ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് നെറ്റ് എക്സാം, എന്തിനു വേണ്ടിയിട്ടാണ് നെറ്റ് എക്സാം എഴുതുന്നത്? നമ്മൾ ഒരുപക്ഷെ PG പഠിക്കുന്ന സമയത്തൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം നെറ്റ് എക്സാം എഴുതുന്ന കാര്യം. എന്തിനു വേണ്ടിയിട്ടാണ് നെറ്റ് എക്സാം എഴുതുന്നത്? അതേപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ മോഡ് ഓഫ് എക്സാം എങ്ങനെയായിരിക്കും നമ്മൾ അപ്പിയർ ചെയ്യുന്നത്, പെൻ പേപ്പർ ടെസ്റ്റ് ആണോ അല്ലെങ്കിൽ CBT ആണോ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ആസ് വെൽ ആസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നമ്മൾ ഓരോ എക്സാം എഴുതണമെങ്കിലും നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണം. സോ നെറ്റിനെ സംബന്ധിച്ച് എന്താണ് അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്? ഏജ് ലിമിറ്റ്, എല്ലാ എക്സാംസിനും പ്രത്യേക ഏജ് ലിമിറ്റ്സ് ഉണ്ടാവാറുണ്ട്. സോ NTA നെറ്റിന് എന്തെങ്കിലും ഏജ് ലിമിറ്റ്സ് ഉണ്ടോ? ഹൗ മെനി പേപ്പേഴ്സ്? സോ നമ്മളുടെ സബ്ജക്ട് പേപ്പർ കൂടാതെ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് പേപ്പറിന് വേണ്ടിയിട്ടായിരിക്കും നെറ്റ് എക്സാം അപ്പിയർ ചെയ്യുന്നത്. അത് കൂടാതെ നമ്മൾ മറ്റെന്തെങ്കിലും പഠിക്കേണ്ട ആവശ്യകതയുണ്ടോ, മറ്റേതെങ്കിലും പേപ്പറിന് നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും നെറ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് റിഗാർഡിംഗ് മോഡ് ഓഫ് എക്സാമിനേഷൻ. എന്താണ് ശരിക്കും നെറ്റ് എക്സാം എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് എക്സാം എഴുതുന്നത്? നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് NTA നെറ്റ് എന്ന് പറയുന്നത്. UGC പ്ലസ് NTA ആണ് നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള മിനിമം യോഗ്യതയാണ് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ളത്. സോ എങ്ങനെയായിരിക്കും അതിന്റെ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. നമ്മൾ PSC എക്സാംസ് പോലെ പെൻ പേപ്പർ ടെസ്റ്റ് ആയിരിക്കില്ല, പകരം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള 3 അവേഴ്സിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും UGC നെറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ കമ്പ്യൂട്ടറിലായിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പിയർ ചെയ്യുന്നത്, എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതും സബ്മിഷനും എല്ലാം നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും ടെസ്റ്റ് നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹെൽഡ് ട്വൈസ് ഇൻ ആൻ ഇയർ. 2 പ്രാവശ്യം നെറ്റ് എക്സാം നടക്കാറുണ്ട്, ജൂണിലും അതേപോലെ തന്നെ ഡിസംബറിലും. 2 പ്രാവശ്യം നടക്കുന്ന, ഇയർലി 2 പ്രാവശ്യം നടക്കുന്ന ഒരു എക്സാം ആണ് നെറ്റ് എന്ന് പറയുന്നത്. സോ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 1.5 മാസം മുന്നേ തന്നെ, ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ജൂണിലാണ്. സോ ഒരു ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് വിളിക്കാൻ തുടങ്ങും? ആപ്ലിക്കേഷൻ വിളിക്കാൻ തുടങ്ങും. ആപ്ലിക്കേഷൻ ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 28 ഡേയ്സ് അതിന്റെ സബ്മിഷന് ടൈം ഉണ്ടാവും. നമ്മളൊരു പെർട്ടിക്കുലർ ഫീ അടച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കും അതിന് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് വിത്തിൻ ഡേയ്സ് അല്ലെങ്കിൽ എക്സാമിന് ഒരു 15 ഡേയ്സ് ബിഫോർ നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടും. ആ ഒരു ഹോൾ ടിക്കറ്റിൽ പെർട്ടിക്കുലർ സെന്റർ ഉണ്ടാവും, ആ സെന്ററിലായിരിക്കും എക്സാം നടക്കുന്നത്. ആ രീതിയിലായിരിക്കും നമുക്ക് പോകുന്നത്. എക്സാം കഴിഞ്ഞ് വിത്തിൻ 1 or 2 months നമുക്ക് എന്തും വരാറുണ്ട്, റിസൾട്ടും വരാറുണ്ട്. CBT ആയതുകൊണ്ട് തന്നെ വളരെ ഒതന്റിക് ആയിട്ട് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ടെസ്റ്റുകൾ പോകുന്നത്. ആൻഡ് വാട്ട് ഫോർ? ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് നെറ്റ് എക്സാം നമ്മൾ എഴുതുന്നത്, എന്താണ് നെറ്റ് എക്സാം എഴുതാനുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ഹു ക്രാക്ക് നെറ്റ് എക്സാം ഫോൾ അണ്ടർ 2 കാറ്റഗറീസ്. നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുമ്പോൾ നമ്മൾ 2 കാറ്റഗറീസിലാണ് നെറ്റ് എക്സാം പോകുന്നത്. UGC നെറ്റ് എന്നാണെങ്കിലും അത് ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നതെങ്കിലും അതിൽ ക്രാക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് 2 കാറ്റഗറീസിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് നെറ്റ് ക്രാക്ക് ചെയ്യുന്നവരും, സെക്കൻഡ് വൺ ഈസ് JRF ക്രാക്ക് ചെയ്യുന്നവരും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്? നമ്മൾ നെറ്റ് എക്സാം എന്ന് പറയുന്നെങ്കിലും ഡിഫറൻസ് ഉണ്ട്, രണ്ടിനും വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. നെറ്റ് എന്ന് പറയുന്നത്
മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർ. ഞാൻ പറഞ്ഞു അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള മിനിമം ക്വാളിറ്റി അല്ലെങ്കിൽ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. സോ അതിനുശേഷം PhD മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മിനിമം ആയിട്ടുള്ള നമ്മൾ ഏറ്റവും താഴെ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ 2 കാറ്റഗറിയിലെ വീഴുന്നതെന്ന് പറഞ്ഞു. ഒന്ന് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നവരാണ്. അതിന്റെ ടോപ്പ് ലെവലിൽ വരുന്ന ആൾക്കാർക്ക് എന്ത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും? JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സോ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവരും JRF ഹോൾഡേഴ്സ് ആവണമെന്നില്ല. പക്ഷെ JRF എന്ന് പറയുമ്പോൾ ടോപ്പ് 1% വരുന്ന ആളുകളാണ്. അവർക്ക് നെറ്റ് പ്ലസ് JRF ആയിരിക്കും UGC അവാർഡ് ചെയ്യുന്നത്. സോ JRF കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡൂയിങ് റിസർച്ച്, ഒബ്റ്റൈനിങ് ഗ്രാൻസ്. നമുക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന്റെ UGCയുടെ ഗ്രാൻറ്റോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും ഫ്രം റിസീവിംഗ് ദി ഗ്രാൻഡ് ഫ്രം UGC. സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രാൻറ്റോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരാണ് JRF കാറ്റഗറിയിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറ്റ് ദി സെയിം ടൈം നമുക്ക് JRFന്റെ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ക്രാക്ക് ചെയ്യുന്ന സെക്കൻഡ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ജനറൽ തിങ് റിഗാർഡിംഗ് നെറ്റ് എക്സാം. നെറ്റ് എക്സാം ക്രാക്ക് ചെയ്താൽ ഈ 2 ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. JRF ഹോൾഡേഴ്സിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻസ് കിട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് നമുക്ക് ഒരു എൻട്രിയും കിട്ടും. നൗ വാട്ട് ഇസ് ദി എലിജിബിലിറ്റി ക്രൈറ്റീരിയ? ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് നടക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് ഏതർ റിസർച്ചിലും അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ജോബിലേക്ക് പൊസിഷനിലേക്കുള്ളൊരു എക്സാം ആണ്. സോ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ റെലവൻറ്റ് സ്ട്രീം ഫ്രം എ റെക്കഗ്നൈസ്ഡ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി. ഓക്കെ, നമുക്ക് നമ്മുടെ PG കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. വിത്ത് 55% ഫോർ ജനറൽ കാറ്റഗറി ആൻഡ് 50% ഫോർ OBC, SC ഓർ ST. നമുക്ക് നമ്മുടെ PG ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഈ ഒരു പെർട്ടിക്കുലർ മാർക്കോട് കൂടി കടന്നു പോവുക അല്ലെങ്കിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നെറ്റ് എക്സാം എഴുതാവുന്നതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് 3rd സെമ്മിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് നെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. ബട്ട് ദി തിങ് ഈസ് ദാറ്റ് നമുക്ക് റിസൾട്ട് വന്ന് 3 ഇയേഴ്സിനുള്ളിൽ സപ്ലി ഇല്ലാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഈവൻ തോ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് നെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാനും പറ്റും, ക്വാളിഫൈഡ് ആവാനും പറ്റും. സോ ദി തിങ് ഈസ് ദാറ്റ് ഈ പറഞ്ഞതുപോലെ വിത്തിൻ ഇയേഴ്സ് അവർ പറയുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ നമുക്ക് മറ്റ് സപ്ലികളൊന്നും ഇല്ലാതെ ഫെയിൽ ആവാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. എങ്കിൽ മാത്രമേ നെറ്റ് എക്സാം നമ്മൾ ക്ലിയർ ചെയ്യുന്നത് വാലിഡ് ആവുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി എലിജിബിലിറ്റി. എലിജിബിലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നെറ്റ് എക്സാമിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നൗ അബൌട്ട് ഏജ് ലിമിറ്റ്. നമുക്കറിയാം ഒരുവിധം എല്ലാ എക്സാംസിനും എന്തുണ്ട്? പെർട്ടിക്കുലർ ഏജ് ലിമിറ്റ് ഉണ്ട്. നെറ്റ് എക്സാമിന്റെ കേസിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് നെറ്റ് എക്സാം അപ്പിയർ ചെയ്യണമെങ്കിൽ ഏജ് ലിമിറ്റ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നൊന്നുമില്ല. എവ്രി വൺ ക്യാൻ അറ്റൻഡ്. അതിനൊരു പ്രത്യേക ഏജ് ലിമിറ്റ് ഒന്നും ഉണ്ടാവാറില്ല. ബട്ട് ദി തിങ് ഈസ് ദാറ്റ് നമുക്ക് JRF അവാർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പ് റാങ്കിൽ വന്നിട്ട് നമുക്ക് JRF കിട്ടണം, റിസർച്ച് ചെയ്യണം, ഗ്രാന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ ഏജ് ലിമിറ്റ് UGC പറയുന്നുണ്ട്. ബിലോ ഓർ ഈക്വൽ ടു 30 ഇയേഴ്സ് ഓഫ് ഏജ് ഫോർ ദി പോസ്റ്റ് ഓഫ് JRF. നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല, പക്ഷേ JRFന് ഏജ് ലിമിറ്റ് ഉണ്ട്. 30 ഇയേഴ്സ് ആയിരിക്കും ജനറൽ കാറ്റഗറിയിൽ JRFന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ OBC, SC, ST ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സ് ചെറിയൊരു റിലാക്സേഷൻ ഉണ്ട് 5 ഇയേഴ്സിന്റെ. ജനറൽ കാറ്റഗറിയിൽ 30 ഇയേഴ്സ് ആയിരിക്കും, ബാക്കിയുള്ളവർക്ക് 35 ഇയേഴ്സ് ആയിരിക്കും. സോ 35 ഇയേഴ്സിന് ശേഷവും നമുക്ക് നെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ആൻസർ ഈസ് യെസ്. നമുക്ക് നെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് JRFന്റെ മാർക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് JRF ക്വാളിഫൈഡ് ആയിട്ട് കിട്ടില്ല. നമുക്ക് നെറ്റ് മാത്രമേ ക്വാളിഫൈഡ് ആവുള്ളൂ ഈ ഒരു ഏജ് ലിമിറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ 30 ഇയേഴ്സ് അല്ലെങ്കിൽ 35 ഇയേഴ്സ് ഫോർ സ്പെഷ്യൽ കാറ്റഗറീസിന് മാത്രമാണ് ആ ഒരു ടൈം ബീങ് ആണ് എന്തിനുള്ളത്? JRFന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷന്റെ ആ ഒരു 3rd സെമസ്റ്റർ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാനും പറ്റും. ഓക്കെ, ജൂണിൽ UGC നെറ്റ് എക്സാം അറൈവിംഗ് ആണ്. UGC നെറ്റ് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ അതൊരു വാസ്റ്റ് സിലബസ് ആണ്. നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമ്മൾ എക്സാം ആകുമ്പോഴത്തേക്ക് ആ ഒരു സെഷൻ കവർ ചെയ്ത് തീരുള്ളൂ. സോ UGC നെറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ജനറൽ പേപ്പർ, എക്കോണമിക്സ്, കൊമേഴ്സ്, മാനേജ്മെന്റ് ആൻഡ് CSIR ഫിസിക്സ് തുടങ്ങിയ സബ്ജക്ട്സിനെല്ലാം തന്നെ നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക, ഉടനെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് കൂടാതെ നമ്മൾ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UGC നെറ്റിന്റെ എല്ലാവിധ മെറ്റീരിയൽസും അതേപോലെ തന്നെ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക, ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക. നമ്മൾ പറഞ്ഞു നെറ്റ് എക്സാമിന്റെ പാറ്റേണിൽ
ഈ ഒരു ഏജ് ലിമിറ്റിലും ഈ ഒരു എലിജിബിലിറ്റി ഉള്ളവർക്കും എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ നമ്മൾ ആ ഒരു ഏജ് ലിമിറ്റ് ആണെങ്കിലും ആ ഒരു എലിജിബിലിറ്റി ആണെങ്കിലും ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നെക്സ്റ്റ് തിങ് ഈസ് അബൌട്ട് how many papers we want to appear for UGC net exam. UGC net exam എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പേപ്പേഴ്സിന് അപ്പിയർ ചെയ്യണം? നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൽ മീൻസ് നമ്മൾ ഏതാണോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള സബ്ജക്ട് അതിലാണ് നമ്മൾ എക്സാം എഴുതുന്നതെന്ന് പറഞ്ഞു. സോ നമ്മൾ അതിന്റെ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ലോജിക്കലി നമുക്ക് അവിടെ മനസ്സിലാവുന്ന കാര്യമാണ്. സോ ഫോർ ബേസിക് എക്സാമ്പിൾ ഇംഗ്ലീഷ് ആണെങ്കിലോ മാത്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിലോ ദി തിങ് ഈസ് ദാറ്റ് ആ ഒരു പേപ്പർ എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു സിലബസ് എന്തായാലും നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷേ നെറ്റിന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ഉണ്ട്. രണ്ട് പേപ്പേഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പേപ്പർ 1 വിച്ച് ഈസ് ജനറൽ പേപ്പർ. പേപ്പർ 1 ജനറൽ പേപ്പർ ആണ്. 10 യൂണിറ്റ്സ് ഉള്ള ജനറൽ ആയിട്ടുള്ള പേപ്പർ ആണ് പേപ്പർ 1 എന്ന് പറയുന്നത്. എല്ലാ സബ്ജക്ട്സിനും അത് ജനറൽ ആയിരിക്കും. എല്ലാവർക്കും കോമൺ പേപ്പർ ആയിരിക്കും പേപ്പർ 1 എന്ന് പറയുന്നത്. പേപ്പർ 2 ഈസ് അബൌട്ട് അവർ സബ്ജക്ട്. നമ്മുടെ സബ്ജക്റ്റിലുള്ള പേപ്പർ ആയിരിക്കും പേപ്പർ 2 എന്ന് പറയുന്നത്. ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. അതേപോലെ തന്നെ ലിറ്ററേച്ചറുകാർക്ക് മീൻസ് വിമൻ സ്റ്റഡീസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അറബിക് ആണെങ്കിൽ അങ്ങനെ, മലയാളം ആണെങ്കിൽ അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റ് ആയിരിക്കും പേപ്പർ 2 വരുന്നത്. ഇനി എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നുള്ളത്? രണ്ട് പേപ്പേഴ്സ് എഴുതണം എന്ന് പറഞ്ഞു. ടോട്ടൽ 3 hours ആണെന്ന് പറഞ്ഞു. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് പേപ്പർ 1 50 questions 1 hour 100 marks. നോക്കിക്കേ, പേപ്പർ 1 ന്ന് 10 യൂണിറ്റ്സ് ആണുള്ളത്. ആ 10 യൂണിറ്റ്സിൽ നിന്നും ഈക്വലി ക്വസ്റ്റ്യൻസ് വരുന്ന 50 questions ആയിരിക്കും. 5 questions വീതം ഉള്ള ഓരോ യൂണിറ്റിൽ നിന്ന് 5 questions വരുന്ന അപ്രോക്സിമേറ്റ്ലി 50 questions ആയിരിക്കും നമുക്ക് പേപ്പർ 1 അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ 50 questions നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. 1 hour we want to complete these 50 questions including mathematical reasoning and data interpretation. മാത്സും data interpretation ഒക്കെ including ആയിട്ടുള്ള ഒരു ജനറൽ പേപ്പർ ആയിരിക്കും. 50 questions ഉണ്ടാവും. 2 marks for each and the total marks is 100 marks. And regarding second paper 100 question ആയിരിക്കും. അതിന്റെ ഇരട്ടി ഉണ്ടാവും. 100 question ആയിരിക്കും. Again 2 marks each. ഇവിടെയും 2 marks ആയിരിക്കും. So 200 marksനായിരിക്കും എക്സാം എഴുതുന്നത്. And the time is 2 hours. നമ്മുടെ സബ്ജക്ട് പേപ്പറിന് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. And the number of questions we want to attend is 100 questions. 100 questions ആയിരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. And total 150 questions 3 hours and 300 marks. ഇങ്ങനെയാണ് നമ്മുടെ ഒരു എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. രണ്ട് പേപ്പറിൽ കൂടി നമ്മൾ 150 questions അറ്റൻഡ് ചെയ്യണം. 300 marks ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ഫോർ 3 hours. കണ്ടിന്യൂസ് 3 hours ആയിരിക്കും. നമ്മൾ സെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന പോലെ ഫോർനൂൺ ആഫ്റ്റർനൂൺ എന്നുള്ള രീതിയിലായിരിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് 3 hours എക്സാം ആയിരിക്കും. ഫസ്റ്റ് പേപ്പർ ആയിരിക്കും നമുക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 1 hour ശേഷം നമുക്ക് എന്ത് ചെയ്യും? ബാക്കി 2 hours സെക്കൻഡ് പേപ്പറും കൂടെ അവൈൽ ചെയ്യും. അങ്ങനെ ടോട്ടൽ 3 hours നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത്. ആൻഡ് സിലബസ് ഈസ് ഇൻ ദി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് UGC. പേപ്പർ 1 ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സിലബസ് ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. 10 യൂണിറ്റ്സ് ഉള്ളൊരു സിലബസ് നമുക്ക് കിട്ടും. സബ്ജക്റ്റിന്റെ കേസിലാണെങ്കിലും സെയിം തിങ്. എല്ലാത്തിന്റെയും സിലബസ് 10 യൂണിറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 10 യൂണിറ്റ്സ് വീതമുള്ള സിലബസ് ഒഫീഷ്യൽ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ സിലബസ് എന്ന് പറയുന്നത്. ആൻഡ് സിലബസ് നമ്മൾ നോക്കുമ്പോൾ മേ ബി ഒരു 1 page ഉണ്ടാവുള്ളൂ. ഇപ്പൊ പേപ്പർ 1 സിലബസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 1 പേജിലുള്ള 10 യൂണിറ്റ്സ് ആയിരിക്കും റെഫർ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ദി തിങ് ഈസ് ദാറ്റ് ദി സിലബസ് ഈസ് വെരി വാസ്റ്റ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് നെറ്റിന്റെ കേസിലുള്ളത്. കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് റിഗാർഡിംഗ് കട്ട് ഓഫ്, എങ്ങനെയാണ് കട്ട് ഓഫ് വരുന്നത്? നമുക്ക് മറ്റ് എക്സാംസ് പോലെ ഒരു പ്രീ സെറ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് ഒരിക്കലും നെറ്റ് എക്സാമിന് ഇല്ല. നോ പ്രീ സെറ്റ് കട്ട് ഓഫ് റിഗാർഡിംഗ് NTA നെറ്റ് എക്സാം. നെറ്റ് എക്സാമിൻ്റെതായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് എന്തായാലും നെറ്റിനില്ല. കാരണം 45% എബോവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നോ ഇത്തവണ 50% ഒന്നും നമുക്ക് എക്സാമിന് മുന്നേ പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്? ദിസ് ഈസ് ദി മേജർ തിങ് റിഗാർഡിംഗ് UGC NTA net. Only 6% of candidates will be shortlisted in the exam. നമ്മൾ ടോപ്പ് 6% വരുന്ന ആൾക്കാർ മാത്രമേ, ലേണേഴ്സ് മാത്രമേ എന്ത് കട്ട് ഓഫ് പാസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാറുള്ളൂ? UGC നെറ്റിന്റെ എക്സാം ക്രാക്ക് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാംസ് എന്ന് പറഞ്ഞതിന്റെ കാരണവും. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ പഠിക്കുന്ന സമയത്ത് 35 marks ആണ് സ്കോർ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു കട്ട് ഓഫ് ഓൾറെഡി അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ച് ആ ഒരു കട്ട് ഓഫിന് വേണ്ടിയിട്ട് പഠിക്കാം. ബട്ട് ഹിയർ നമ്മൾ ആ ഒരു ടോപ്പ് 6% വരാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. നമ്മളൊരു 50 marks കിട്ടാനോ 60 marks കിട്ടാനോ വേണ്ടിയിട്ടല്ല.
നമുക്ക് ടോപ്പ് 6%ലാണ് വരേണ്ടത്. ആ ടോപ്പ് 6% ഓരോ ഇയേഴ്സിലും ഓരോ വർഷത്തെ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ഡിഫിക്കൽട്ടി അനുസരിച്ച് എന്തും വരാറുണ്ട്, വേരി ചെയ്തും വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ജൂൺ സെഷനിൽ നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് ആയിരുന്നില്ല ഇപ്പൊ ഡിസംബർ സെഷനിൽ നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. ജൂൺ എക്സാമിൽ JRFന്റെ കട്ട് ഓഫിനെ കാണിയൊക്കെ ഒത്തിരി മുകളിലായിരുന്നു ഇത്തവണത്തെ JRFന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ നോക്കിയാൽ നമ്മൾ എക്സാം എഴുതുന്നത് ഏതൊരു കാറ്റഗറിയിൽ പെടാൻ വേണ്ടിയിട്ടാണ്? ആ ഒരു 6% എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടാനായിട്ടാണ്. അല്ലാതെ ബാക്കി 94 മെജോറിറ്റി അല്ലെങ്കിൽ വലിയൊരു പെർസെന്റേജിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്വാളിഫൈഡ് ആവാൻ പറ്റില്ല. ഒരു ചെറിയ കാറ്റഗറി 6% എന്നുള്ളൊരു ചെറിയ കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു പെർട്ടിക്കുലർ കാര്യമാണ് ഈ ഒരു എക്സാമിന്റെ ടഫ്നെസ് ഇത്രയധികം കൂട്ടുന്നത്, ഇമ്പോർട്ടൻസ് ഇത്രയധികം കൂട്ടുന്നതും ഈ ഒരു പെർട്ടിക്കുലർ കാര്യം തന്നെയാണ്. പ്രിസെറ്റ് കട്ട് ഓഫ് ഇല്ലാത്തതും 6%ൽ പെടാൻ വേണ്ടിയിട്ട്. നെറ്റിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 6% മതിയെങ്കിൽ ദി തിങ് ഈസ് ദാറ്റ് only 1% of those applicants will pass the JRF exam. ഈ 6% ആൾക്കാർ തന്നെ ആദ്യത്തെ 1% ആൾക്കാർക്ക് മാത്രമേ എന്ത് കിട്ടാറുള്ളൂ? JRF അവോർഡ് ചെയ്യാറുള്ളൂ. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ടഫ്നെസ് ഓഫ് ദി പെർട്ടിക്കുലർ എക്സാം. എത്രത്തോളം ടഫാണ് ആ ഒരു ടോപ്പ് 1%ൽ വരിക എന്ന് പറയുന്നത്. മീൻസ് ബാക്കി 99% അല്ല, ആ ഒരു സിംഗിൾ 1%ലാണ് നമ്മുടെ JRF ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു 6%ലാണ് നമ്മുടെ ആ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളൊരു ഡ്രീം ഇരിക്കുന്നത്. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു എക്സാമിന്റെ റിഗാർഡിംഗ് കട്ട് ഓഫിനുള്ളത്. ആൻഡ് ഫോർ കൺസിഡറേഷൻ ഫോർ ദി പൊസിഷൻസ് ഓഫ് നെറ്റ് JRF ആൻഡ് എലിജിബിലിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ, എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ടേക്കൺ ബോത്ത് എക്സാം ആൻഡ് ഒബ്റ്റൈൻഡ് അറ്റ്ലീസ്റ്റ് 40% marks for overall for the general unreserved category and at least 35% overall for candidates from the reserved categories, both papers taken together. അതിന്റെ ഒരു ചെറിയ കാര്യമായിട്ട് പറയുന്നത്, രണ്ട് പേപ്പറിലും 40% ജനറൽ കിട്ടുന്ന ആൾക്കാർക്കും അൺറിസർവ്ഡ് ആയിട്ട് ജനറൽ കാറ്റഗറിയിലുള്ളവർക്കും, അതേസമയം SC ST അതുപോലുള്ള റിസർവേഷൻസ് ഉള്ള കാറ്റഗറീസിന് 35% പറയുന്നതെങ്കിൽ പോലും ഇതിന് തൊട്ട് മേലെ വരുന്ന ആൾക്കാരെ മാത്രമേ അവർ പ്രിഫർ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിന് തൊട്ട് മേലെ വന്നിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. വി വോണ്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ 6%. നമ്മൾ 40% കവർ ചെയ്യുക എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ആ ടോപ്പ് 6%ൽ ഇൻക്ലൂഡഡ് ആവുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് UGC നെറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. UGC പ്രിപ്പറേഷൻ തുടങ്ങിയവരും അതേപോലെ തന്നെ ഇനി തുടങ്ങാനിരിക്കുന്നവരും എനിക്ക് പറ്റുമോ, ഞാൻ എലിജിബിൾ ആണോ എന്ന് ചിന്തിക്കുന്നവർക്കും വളരെ പ്രൊഡക്റ്റീവ് ആണ്, യൂസ്ഫുൾ ആണ് ഈ ഒരു ക്ലാസ് എന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള പുതിയ ക്ലാസ്സസ് കിട്ടാൻ വേണ്ടിയിട്ടും നെറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സോട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നീട് ഇനിയൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക് യു.